അടിച്ചിടത്തടിച്ചാൽ അമ്മിയും പറക്കും, അടിച്ചിടത്ത് തന്നെ അടിച്ചുകൊണ്ടിരുന്നാൽ ഏത് പാറയും പൊട്ടുമെന്നർത്ഥം. വീണ്ടും അതിൽ തന്നെ അടിച്ചുകൊണ്ടിരുന്നാൽ അത് ധൂളിയായി പറക്കുകയും ചെയ്യും. വിചാരിച്ചാൽ മലയെ പിളർക്കാൻ കഴിയും. ദശരഥ മാഞ്ചി എന്നൊരു കൂലിപ്പണിക്കാരൻ ഒരു മലയെ പിളർന്നൊരു റോഡ് തന്നെ നിർമ്മിച്ചത് ഒരു ഉദാഹരണം മാത്രം. ദശരഥ മാഞ്ചിയുടെ ഭാര്യയ്ക്ക് പെട്ടെന്നൊരു ആശുപത്രി കേസ് വരികയും ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയത് കൊണ്ട് മാത്രം അവർ മരണപ്പെട്ടു പോവുകയും ചെയ്തു. വൈകിയതിന്റെ കാരണം ഇതായിരുന്നു. 55 കിലോമീറ്റർ ചുറ്റി വളഞ്ഞു പോകേണ്ടി വന്നു തങ്ങളുടെ ഗ്രാമമായ ഗഹ്വാറിൽ നിന്നും തൊട്ടടുത്ത് ആശുപത്രി സ്ഥിതി ചെയ്യുന്ന ഗയയിലേക്ക്. ആ ചുറ്റി വളഞ്ഞു പോകേണ്ടി വന്നതിന്റെ കാരണം ഇതായിരുന്നു. ഗയയ്ക്കും ഗഹ്വാറിനും മധ്യേ ഒരു മലയുണ്ടായിരുന്നു. ആ മലയെ പിളർന്ന് ഒരു റോഡ് ഉണ്ടായിരുന്നുവെങ്കിൽ തന്റെ ഭാര്യ മരണപ്പെടില്ലായിരുന്നു എന്ന് ദശരഥ മാഞ്ചി മനസ്സിലാക്കുകയും ഒറ്റയ്ക്ക് ഒരു ഉളിയും ഒരു ചുറ്റികയും കൊണ്ട് മാത്രം ആ മലയെ പിളർന്ന് ഒരു റോഡ് തന്നെ നിർമ്മിച്ച് 55 കിലോമീറ്റർ ദൂരം എന്നത് വെറും 15 കിലോമീറ്റർ മാത്രമാക്കി മാറ്റുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം മൗണ്ടൻ മാൻ എന്ന് ലോകമെമ്പാടും അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സിനിമയും ഇറങ്ങി. അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തു. നിനച്ചാൽ പുലിയെ പിടിപ്പേൻ, എന്നാൽ ഉയിർ പോയാലും നിനയ്ക്ക മാട്ടേൻ. അതായത് വിചാരിച്ചാൽ ഞാൻ പുലിയെ പിടിക്കും, എന്നാൽ ജീവൻ പോയാലും ഞാൻ വിചാരിക്കില്ല എന്ന മനോഭാവം മാറ്റിവെച്ച് വിചാരിച്ചാൽ ഏത് ലക്ഷ്യവും നേടാൻ നിങ്ങൾക്കും കഴിയും. നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകളുടെയും ലക്ഷ്യങ്ങൾ ലോകത്ത് ഇതുവരെ ആരും നേടാത്ത ലക്ഷ്യങ്ങളൊന്നുമല്ലല്ലോ, പലരും നേടിയിട്ടുള്ളതാണ്. നിങ്ങളെക്കാളും പരിമിതമായ സാഹചര്യങ്ങളിൽ ഉള്ളവർ പോലും നേടിയിട്ടുള്ളതാണ്. സോ നിങ്ങൾക്കും കഴിയും. കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത കൂലിപ്പണിക്കാരനായിരുന്ന ദശരഥ മാഞ്ചിക്ക് ഒറ്റയ്ക്ക് ഒരു മലയെ തന്നെ പിളർന്ന് ഒരു റോഡ് നിർമ്മിച്ച് പത്മശ്രീ നേടാമെങ്കിൽ അദ്ദേഹത്തെക്കാളും എത്രയോ മെച്ചപ്പെട്ട സാഹചര്യങ്ങളുള്ള നിങ്ങൾക്ക് രണ്ടും കൽപ്പിച്ച് സടകുടഞ്ഞിറങ്ങി പുറപ്പെട്ടാൽ നിങ്ങളുടെ ഏത് ലക്ഷ്യത്തിലും എത്തിച്ചേരാൻ കഴിയും. അടിച്ചിടത്തടിച്ചാൽ അമ്മിയും പറക്കും, അടിച്ചിടത്ത് തന്നെ അടിച്ചുകൊണ്ടിരുന്നാൽ ഏത് പാറയും പൊട്ടും, ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നാൽ ഏത് ലക്ഷ്യവും കൈപ്പിടിയിലൊതുങ്ങും.